യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വചനം എന്ന് ധ്യാനിക്കാം. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരെ 2 ഗണമാക്കി തിരിക്കാൻ നമുക്ക് സാധിക്കും. ആദ്യത്തെ ഗണം സ്വന്തം കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി അവിടുത്തെ ആരാധിക്കുന്നവരാണ്. കാര്യം നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ആരാധന നിർത്തും. ഈ ആരാധനയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവമഹത്വം മനസ്സിലാക്കി ആ മഹത്വം പ്രകീർത്തിക്കാനും വർദ്ധിപ്പിക്കുവാനുമായി അവിടുത്തെ ആരാധിക്കുന്നവരായി മാറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുക. അങ്ങനെയുള്ളവർ ഒരിക്കലും അവിടുത്തെ ഉപേക്ഷിച്ചു പോവുകയില്ല. കർത്താവെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ അങ്ങേ മഹത്വത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം